ഇന്ന് നമുക്കൊരു അഫ്ഗാനി എഗ് കോർമയാക്കിയാലോ? അഫ്ഗാനിക്കാരുടെ ട്രഡീഷണൽ റെസിപ്പിയൊന്നുമല്ല ഇത്, പക്ഷേ പേര് അഫ്ഗാനി എഗ് കോർമ എന്നാണ്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് കൂടി എൻ്റേതായ രീതിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഹെൽത്തി ആക്കാൻ വേണ്ടി. സോ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് ആവശ്യമായത് ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയില, കുറച്ച് കാഷ്യൂ നട്ട്സ്. ഇത്ര ചേരുവകളെ ഇതിനാവശ്യമുള്ളൂ. സോ നമ്മൾ ആദ്യം മുട്ട ബോയിൽ ചെയ്ത് മാറ്റി വെക്കുക, പിന്നെ സോട്ട് ചെയ്തെടുക്കുക. മഞ്ഞളും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതേ പാനിൽ തന്നെ ഉള്ളിയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ വേവിക്കുന്നത്. കാരണം എണ്ണ അധികം ആവി വേണ്ട എന്നുള്ളതുകൊണ്ട്. സോ വെള്ളം ഒഴിച്ച് നല്ലോണം വെന്ത് വരുമ്പോൾ അതിനെ മിക്സി ജാറിലിട്ട് അരക്കുക. ഈ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആഡ് ചെയ്യുന്നത് മല്ലിയിലയും നന്നായി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ച പാലക് ചീരയുമാണ് ആഡ് ചെയ്തത്, ഹെൽത്തി വേർഷന് വേണ്ടി. പിന്നെ അതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇട്ടിട്ട് ഈ അരച്ച് വെച്ച മിശ്രിതം അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പുളിക്ക് വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് തൈരാണ്. അധികം പുളിയില്ലാത്ത കട്ടത്തൈര് 2 സ്പൂണാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ അതും മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെയും ഒരു നല്ല തിള വരുമ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇപ്പം കുറച്ച് ഗരം മസാലയും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് അവസാനം ലാസ്റ്റ്. പിന്നെ കുറച്ച് ക്രീമും അതിൻ്റെ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നല്ല ചപ്പാത്തിയുടെ കൂടെ, റോട്ടിയുടെ കൂടെ, നാണിൻ്റെ കൂടെയൊക്കെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. പാലക് പനീറിൻ്റെ വേറെയൊരു വകഭേദം, എന്നാൽ പനീറും ഒന്നും ആഡ് ചെയ്യുന്നില്ല, കേട് ആഡ് ചെയ്യുന്നുണ്ട്. സോ നോർമലി പാലക് പനീറിൽ ഇതൊന്നും ഉണ്ടാവാറില്ല. സോ ട്രൈ ദിസ് റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.